കോമള എന്താ പരിപാടി? മൈലാഞ്ചി വലിക്കുക. നാളെ സംക്രാന്തി അല്ലേ? സംക്രാന്തിയെ സംക്രമോ? സംക്രമം നാളെ. അപ്പൊ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് മൈലാഞ്ചി അരക്കണം. മൈലാഞ്ചി വലിച്ച് ഇതിനെ അരക്കണം. എന്താ ഇത്? ഒരു കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ നമ്മൾ മൈലാഞ്ചി ഊരാൻ വേണ്ടി ഡാമിലൊക്കെ പോകും. പോത്തിന് ഡാമിൽ പോയി അവിടെ നിന്ന് ഇല കൊണ്ടുപോയിട്ടാണ് നമ്മൾ അമ്മിക്കല്ലിൽ അരക്കാണ്. ഇതിപ്പോ അതുപോലെ ചെയ്യണ്ടേ? ഇപ്പോഴും അമ്മിക്കല്ലിൽ അരക്കാനാണ്. ശരി ശരി. ഞങ്ങളും ചെറുപ്പത്തിൽ ഇതുപോലെയൊക്കെ വലിക്കാൻ പോയിട്ടുണ്ട്, മൈലാഞ്ചി വലിക്കാനൊക്കെ. ഉണ്ണിയൊക്കെ അവിടെ അവരൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊരു കാര്യം ചെയ്യാം, എന്താണെങ്കിലും ഊര് എന്നിട്ട് അരക്കില്ലേ, നമുക്ക് പ്രേക്ഷകർക്കൊക്കെ കാണിച്ചു കൊടുക്കണം. നാളെ പ്രിയമുള്ളവരെ, നാളെ പാലക്കാടൻ സംക്രമമാണ്. സംക്രാന്തി എന്നും പറയും പഴയ കാലത്ത്. ഈ മൈലാഞ്ചിയൊക്കെ കൊച്ചുമക്കൾക്ക് ഇട്ടുകൊടുക്കുകയും അതിന്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം കേട്ടാ. കുറച്ചുകൂടി കഴിയട്ടെ. അങ്ങനെ പാലക്കാടൻ സംക്രാന്തി തുടങ്ങി. ഇവിടെ കോമളം കുട്ടികൾക്ക് മൈലാഞ്ചി അരക്കുകയാണ്. പാലക്കാടൻ സംക്രാന്തി പറയുമ്പോ കാലങ്ങളൊക്കെ മാറിയില്ലേ? പാലക്കാടിന്റെ തെക്ക് ഭാഗത്ത് ഇപ്പോഴും ഉണ്ട്. കൊല്ലങ്കോട്, നെന്മാറ അല്ലെ, വടക്കഞ്ചേരി, മുടപ്പല്ലൂര് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഇപ്പോഴും ആ നാടൻ സമ്പ്രദായം ഉണ്ട്. നാട്ടുമ്പുറങ്ങളില് ഇപ്പൊ ടൗണുകളിൽ വീടും ബംഗ്ലാവൊക്കെ വന്നപ്പോ ഈ മൈലാഞ്ചി ഒക്കെ കടയിൽ നിന്ന് വന്നില്ല ട്യൂബ്. ഈ ഒരു ഏർപ്പാടുണ്ടല്ലോ, ഇത് അരച്ച് നമ്മ കയ്യിലിടുന്നത്, അതിന്റെ ഗുണമൊന്ന് വേറെ തന്നെയാണ് അല്ലേ? ആരക്ക് അരച്ചിടുമ്പോ നല്ല കട്ടും ചുവപ്പ് നിറവും അല്ലേ? നന്നായിട്ട് അരക്കുമോ നമ്മളെ. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് കുട്ടികളുടെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് കാഴ്ച പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? അരച്ചോ മൈലാഞ്ചി. അതന്നെ ശരി, അരക്കി വൈകുന്നേരം കാണിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ 3 കൊച്ചുമക്കൾക്കും അമ്മ 3 മക്കൾക്ക് മൈലാഞ്ചി വെച്ച് കൊടുക്കുകയാണ്. മൈലാഞ്ചി വെക്കുന്ന ഞാൻ പറഞ്ഞല്ലോ സംക്രാന്തി എന്ന് പറയും. ആ ഒരു ഭാഗം മൈലാഞ്ചി വെച്ച് മക്കളെ സന്തോഷപ്പെടുത്തുകയാണ്. അതായത് നാളെ കർക്കിടക 1 ഇന്ന് തലയൊന്നും ചെയ്യുന്ന ഒരു പണിയാണിത്. പാലക്കാട് ജില്ല മിക്ക ഭാഗങ്ങളിലും ഉണ്ട്. അങ്ങനെ സംക്രാന്തി ആശംസകൾ കോമള. ഏവർക്കും നന്ദി, നമസ്കാരം.